അപ്പൊ എങ്ങനാ? വാലന്റൈൻസ് ഡേ ഒക്കെ ആവാറായില്ലേ? ഒരു ക്യൂട്ട് മെസ്സേജ് കാർഡൊക്കെ ഉണ്ടാക്കി ഇതുപോലെ അങ്ങ് കൊടുത്താലോ? എന്നാ വാ. അതിനു മുമ്പ് ഈ വാലന്റൈൻസ് ഡേ എങ്ങനെ ഉണ്ടായിന്ന് നിങ്ങൾക്കറിയോ? പകുതി പേർക്കും അറിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കുറച്ചു നാൾ മുമ്പ് വരെ എനിക്കും അറിയില്ലായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാ ഒരു 3-ാം നൂറ്റാണ്ടിലെ റോമൻ ചക്രവർത്തിയായിരുന്നു ക്ലോഡിയസ്. അപ്പൊ പുള്ളിക്കാരൻ വിചാരിച്ചിരുന്നത് ഈ പട്ടാളക്കാരൊക്കെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ യുദ്ധത്തിന് പോകാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അവർക്ക് കുറഞ്ഞു പോകുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചക്രവർത്തി ആ രാജ്യത്ത് വിവാഹം എന്നൊരു കാര്യം അങ്ങോട്ട് നിരോധിച്ചു. പക്ഷെ നമ്മുടെ ഹീറോ ആയ വാലന്റൈൻ ചക്രവർത്തി അറിയാതെ പ്രണയിക്കുന്ന എല്ലാവരെയും രഹസ്യമായി അങ്ങോട്ട് വിവാഹം കഴിപ്പിച്ചു. പിന്നെ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ. അങ്ങനെ നമ്മുടെ വാലന്റൈൻ ചക്രവർത്തിയുടെ പിടിയിലായി. അങ്ങനെ നമ്മുടെ വാലന്റൈനെതിരെ നിയമലംഘനത്തിന് കേസെടുത്ത് ചക്രവർത്തി വധശിക്ഷയും വിധിച്ചു. അങ്ങനെ ജയിലിലിട്ട വാലന്റൈൻ ആണെങ്കിലോ അവിടുത്തെ ജയിലറുടെ മകളെ കണ്ടപ്പോൾ ചെറുതായിട്ടൊരു ക്രഷ് അടിച്ചെന്നേ. പിന്നെ ക്രഷ് അടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം വധശിക്ഷയാണല്ലോ വിധിച്ചേക്കണത്. യോഗമില്ല അമ്മണിയേ. അങ്ങനെ വധശിക്ഷയ്ക്ക് മുമ്പ് നമ്മുടെ വാലന്റൈൻ പുള്ളിക്കാരിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതിയൊരു കത്തും കൂടെ ഒരു ചുമന്ന റോസാപ്പൂവും അങ്ങ് കൊടുത്തു. അങ്ങനെ പുള്ളിയുടെ നടക്കാതെ പോയ പ്രണയവും മരണ ദിവസവുമാണ് ഈ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ വാലന്റൈൻസ് ഡേ എങ്ങനെ വന്നെന്ന് ഇപ്പം എല്ലാവർക്കും പിടികിട്ടിയില്ലേ? ആ പിന്നൊരു കാര്യം, ഇത് കപ്പിൾസിനുള്ളതാണല്ലോ എന്ന് വിചാരിച്ച് സിംഗിൾ പസംഗുകളാരും ഇത് സ്കിപ്പ് ചെയ്യണ്ട. എന്നെങ്കിലും സിംഗിൾ മാറി മിങ്കിളാവുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാൻ അറിഞ്ഞിരിക്കാമല്ലോ. അങ്ങനെ കഥ പറഞ്ഞതാ നമ്മുടെ മെസ്സേജ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മെസ്സേജ് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അത് എഴുതിയാൽ മതി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ ഒരു ലൈക്കും കമൻറ്റും നമ്മുടെ ചാനലിന് ഒരു സബ്സ്ക്രൈബും കൂടി കൊടുത്തേക്ക്. അപ്പോൾ ഇനി നാളെ കാണാം. ബൈ.